ഫ്രാൻസ് കാഫ്ക, ആൽഡസ് ഹക്സ്ലി, അതുപോലെ തന്നെ ടി.എസ്. എലിയട്ട്, ഈ 3 റൈറ്റേഴ്സിൻ്റെ വർക്ക്സും സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങും തീംസും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രാൻസ് കാഫ്ക എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ റൈറ്റേഴ്സിൻ്റെ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ പഠിക്കാനുള്ള റൈറ്റേഴ്സിൻ്റെ കാര്യങ്ങളും ഇതുപോലെ തന്നെ 4 മാർക്സ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുണ്ട്. കോൺസെപ്റ്റുകളും ഇതുപോലെ റൈറ്റേഴ്സിൻ്റെ കാര്യവും. അപ്പോൾ ഫ്രാൻസ് കാഫ്ക എന്ന് പറയുന്നത് ജർമ്മൻ സ്പീക്കിംഗ് ജൂയിഷ് ഫാമിലിയിൽ പ്രേഗ് എന്നുള്ള സ്ഥലത്താണ് ജനിച്ചത്. ആൻഡ് ഒരു ഇൻഷുറൻസ് ഓഫീസറായിട്ടൊക്കെ ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് സ്പെയർ ടൈമിൽ. കുറച്ച് മെൻ്റൽ ഇൽനെസ്സും സൈക്കോളജിക്കൽ സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ത്രൂ ഔട്ട്. TB വന്നിട്ടാണ് 40 വയസ്സിലാണ് ഇദ്ദേഹം മരിച്ചത്. ആൻഡ് മച്ച് ഓഫ് ഹിസ് വർക്ക് എന്ന് പറയുന്നത് പോസ്റ്റ്യൂമസ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ ഹിസ് ഡെത്തിന് ശേഷമാണ് മാക്സ് ബ്രോഡ് എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് ഇതെല്ലാം എന്ത് ചെയ്തത്, വർക്ക്സ് പബ്ലിഷ് ചെയ്തത്. പിന്നെ കാഫ്കയുടെ വിഷൻ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് എല്ലാം ഡിസ്ട്രോയ് ചെയ്യണം എന്നായിരുന്നു. പക്ഷേ മാക്സ് ബ്രോഡ് എന്നുള്ള ഫ്രണ്ട് കാരണമാണ് നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഒക്കെ സ്റ്റഡി ചെയ്യാനും വായിക്കാനും പറ്റിയിട്ടുള്ളത്. മേജർ വർക്ക്സ് നമുക്ക് നോക്കാം. ദ മെറ്റമോർഫോസിസ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്. 1915 അത് എഴുതിയത്. ഗ്രിഗർ സാംസ എന്നുള്ള നമുക്ക് പഠിക്കാനുള്ള വർക്ക്. ഗ്രിഗർ സാംസ എന്നുള്ള ഒരാൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹി ഹാസ് ബിക്കം എ ജയൻറ്റ് ഇൻസെക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പം അയാൾ അതിന് ശേഷമുള്ള അയാൾ അനുഭവിക്കുന്ന ഏലിനേഷനും ആ ഒരു ഡീഹ്യൂമനൈസേഷനുമാണ് ആ വർക്കിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ദ ട്രയലാണ്. ദ ട്രയൽ എന്നുള്ള വർക്ക് 1925 എഴുതിയിരിക്കുന്നത്. ഒരാളെ അറസ്റ്റ് ചെയ്യുവാണ്, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇന്നാക്സസിബിൾ ആയിട്ടുള്ള അതോറിറ്റി. ക്രൈം എന്താണെന്ന് പറയുന്നില്ല. അയാളെ 30 വയസ്സിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ ബർത്ത്ഡേയുടെ അന്ന് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതാണ് ദ ട്രയൽ. അപ്പം എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് പോലും അറിയാൻ വയ്യാതെ അയാളെ കൊണ്ടുപോവുകയാണ്. നെക്സ്റ്റ് വണ്ണെന്ന് പറയുന്നത് ദ കാസിൽ എന്നുള്ളതാണ്. അയാളൊരു കാസലിനകത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു വില്ലേജിലോട്ട് എൻ്റർ ചെയ്യുവാണ്. അവിടെ ഒരു ബ്യൂറോ, അതായത് ഒരു അതോറിറ്റീസ് എന്ന് പറയുന്ന അവിടുത്തെ അതോറിറ്റീസ് എല്ലാം ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. എന്ന് വെച്ചാൽ അവിടെ ആരോ ഒരാൾ ഭരിക്കുന്നുണ്ട്, കുറച്ച് അതോറിറ്റീസ് അല്ലെങ്കിൽ ബ്യൂറോക്രസി ഉണ്ട്, പക്ഷെ അതിനകത്തുള്ള ആളുകളെക്കുറിച്ചും ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അതാണ് ദ കാസലിനകത്ത് പറയുന്നത്. തീംസ് വരുവാണെന്നുണ്ടെങ്കിൽ വർക്കിനകത്ത് ഏലിനേഷൻ, എക്സിസ്റ്റൻഷ്യലിസം, ബ്യൂറോക്രസിയെക്കുറിച്ച്, പവർലെസ്നെസ്സിനെ കുറിച്ച്, ആൻസൈറ്റി, ഗിൽട്ട്, ഇതൊക്കെയാണ് വരുന്നത്. എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രീകേഴ്സറാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെയൊക്കെ കാണുന്നത്. സിംബോളിക്കലായിട്ട് സൈക്കോളജിക്കലായിട്ടുമാണ് എഴുതിയിരിക്കുന്നത്. മോഡേൺ ലൈഫിനെക്കുറിച്ചും അതിൻ്റെ ആൻസൈറ്റീസിനെ കുറിച്ചും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ വളരെ സെറിയലിസ്റ്റിക് ആയിട്ടാണ്. അതായത് കുറച്ച് ഫാൻറ്റസി പ്ലസ് ഫിക്ഷൻ ഉണ്ട്. റിയാലിറ്റി അല്ലെങ്കിൽ ഹാലൂസിനേഷൻ തമ്മിലൊരു ബൗണ്ടറി ഒന്നും കാണാൻ സാധിക്കത്തില്ല ഈ വർക്ക്സിനകത്ത്. ക്ലിയർ ലാംഗ്വേജിലാണ്, പക്ഷേ കുറച്ച് അബ്സേർഡ് സിറ്റുവേഷൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നത്. പിന്നെ കാഫ്കെയിസ്ക് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ പറയുന്നത്. അതായത് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിനെ കാഫ്കെയിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് കുറച്ച് സിറ്റുവേഷൻസ് കാണും, കുറച്ച് ഇല്ലോജിക്കലായിട്ടുള്ള സിറ്റുവേഷൻസ്. അതിനെയാണ് നമ്മൾ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയാണ് നമ്മൾ കാഫ്കെയിസ്ക് എന്നുള്ളൊരു ടേം വെച്ച് പറയുന്നത്. ഓക്കെ. പിന്നെ ആൽഡസ് ഹക്സ്ലിയാണ് രണ്ടാമത്തെ റൈറ്റർ. ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആൻഡ് ഇൻ്റലക്ച്വൽ ആണ്. സയൻറ്റിസ്റ്റുകളുടെ റൈറ്റേഴ്സിൻ്റെ ഫാമിലിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഓക്സ്ഫോർഡിലൊക്കെയാണ് എഡ്യൂക്കേറ്റഡ് ആയത്. ഒരു സറ്ററിസ്റ്റ് ആയിരുന്നു ഇനിഷ്യലി. പിന്നീട് അദ്ദേഹം സ്പിരിച്വൽ തീംസ്, മിസ്റ്റിസിസം, ഹ്യൂമനിസം പോലുള്ള കാര്യങ്ങളിലോട്ട് പോയി. US ഇദ്ദേഹം ഇമിഗ്രേറ്റ് ചെയ്തു. ആൻഡ് ഈസ്റ്റേൺ ഫിലോസഫിയിലൊക്കെ ഇദ്ദേഹത്തിന് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. ബ്രേവ് ന്യൂ വേൾഡ് ആണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വർക്ക്. അതൊരു ഡയസ്റ്റോപ്പിയൻ നോവലാണ്. അതായത് ഡയസ്റ്റോപ്പിയൻ നോവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് നെഗറ്റീവ് ഷേപ്പുള്ള അല്ലെങ്കിൽ ഷെയ്ഡുള്ള ഒരു ഡാർക്ക് വേൾഡിനെയാണ് ഇദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത്. ടെക്നോളജിക്കലി അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി മോഡേൺ ആയിട്ടുള്ളൊരു വേൾഡ് ആയിരിക്കും ഡയസ്റ്റോപ്പിയൻ നോവലിനകത്ത് പറയുന്നത്. ഒരു ഫ്യൂച്ചർ സൊസൈറ്റിയെക്കുറിച്ചായിരിക്കും പറയുന്നത്. ടെക്നോളജി ആയിരിക്കും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നത് ആ സൊസൈറ്റിയെ. നെക്സ്റ്റ് വർക്ക് ക്രോം യെല്ലോ ആണ്. അതൊരു സറ്ററിക്കൽ നോവലാണ്. World War I ശേഷമുള്ള ഒരു വേൾഡ് എങ്ങനെയാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പോയിന്റ് കൗണ്ടർ പോയിന്റ് എന്ന് പറഞ്ഞ് മറ്റൊരു കോംപ്ലക്സ് നോവലുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നറേറ്റേഴ്സ് ആണുള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് തീംസ് എന്ന് പറയുന്നത് ഡയസ്റ്റോപ്പിയ, ടെക്നോളജി, ഹ്യൂമാനിറ്റിയും തമ്മിലുള്ള ആ ഒരു ഇത്, ഡീഹ്യൂമനൈസേഷൻ, കൺസ്യൂമറിസം, പിന്നെന്താണ് സറ്റയർ, സോഷ്യൽ സറ്റയർ, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് കുറച്ച് ഫിലോസഫിക്കൽ ആൻഡ് ഡൈഡാക്റ്റിക് ആണ്. സറ്റയറിക്കലായിട്ടും ഷാർപ്പ് ആൻഡ് വിറ്റി ആയിട്ടും എഴുതുന്നുണ്ട്. പിന്നെന്താണ് മിസ്റ്റിസിസം, കോൺഷ്യസ്നെസ്, ട്രാൻസെൻഡൻസ്, ഇതൊക്കെയാണ് വിഷണറി ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് ആണ് എഴുതുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്ന ടി.എസ്. എലിയട്ട് ആണ്. ടി.എസ്. എലിയട്ട് എന്ന് പറയുന്നത് സെയിൻറ്റ് ലൂയിസ് USA ജനിച്ചത്. ആൻഡ് ദെൻ ലേറ്റർ ഹി ബിക്കേം എ ബ്രിട്ടീഷ് സിറ്റിസൺ. മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പോയിറ്റ് ആണ് 20th century ആൻഡ് ഓൾസോ കീ ഫിഗർ ഇൻ മോഡേണിസം. ഹി വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ റിലീജിയൻ ഉണ്ട്, ഫിലോസഫി ഉണ്ട്. ആൻഡ് ഓൾസോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് പോംസും എഴുതിയിട്ടുണ്ട്. പോംസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക്സ് എന്ന് പറയുന്നത് ദ വേസ്റ്റ്ലൻഡ് ആണ് 1922. ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു വർക്കാണ്.
ഈ പോസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള, അതായത് പോസ്റ്റ് വേൾഡ് വാറിൻ്റെ ആ ഒരു സ്പിരിച്വൽ ഡീകെ, കൾച്ചറൽ ഡീകെ അല്ലെങ്കിൽ ഒരു ഡിസില്യൂഷൻമെൻറ്റ്, ഇതാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ 4 ക്വാർട്ടറ്റ്സ് എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ഡീപ്ലി ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു റിലീജിയസ് ആയിട്ടുള്ളൊരു വർക്കുണ്ട്. ടൈം, ഫെയ്ത്ത്, റിഡംഷൻ, അതാണ് തീമായിട്ട് വരുന്നത്. പിന്നെ ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് ബ്രൂഫ്രോക്ക് എന്നും പറഞ്ഞൊരു പോമുണ്ട്. അതൊരു ഡ്രമാറ്റിക് മോണലോഗാണ്. ഓക്കെ, ഒരാൾ അയാളുടെ എംപ്റ്റിനെസ്സിനെ കുറിച്ച്, മോഡേൺ ലൈഫിലെ എംപ്റ്റിനെസ്സിനെ കുറിച്ച് പറഞ്ഞു പോകുന്നു. തീംസ് വരുവാണെന്നുണ്ടെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് കൾച്ചർ, സ്പിരിച്വൽ എംപ്റ്റിനെസ്, ആ ഒരു മോഡേൺ വേൾഡിലുള്ള ഒരു റിലീജിയന് നേരെയുള്ളൊരു മുഖം തിരിക്കൽ, അതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത്. ഫെയ്ത്തിലുള്ള ക്രൈസിസ്, സെർച്ച് ഫോർ മീനിങ്, പിന്നെ എന്താണ് ടൈം, മെമ്മറി, മോർട്ടാലിറ്റി ഒക്കെയാണ് തീംസ് വരുന്നത്. അല്യൂഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് രീതിയിലാണ് സ്റ്റൈല് എഴുതി പോയേക്കുന്നത്. മിത്തോളജി, റിലീജിയൻ, ലിറ്ററേച്ചർ, മൾട്ടിപ്പിൾ ലാംഗ്വേജസിലും ഒക്കെ ടെക്സ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പോംസിനകത്ത് വരുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ വേസ്റ്റ്ലൻഡ് എന്നുള്ള വർക്കിനകത്ത് നമ്മുടെ റിലീജിയൻ, അതായത് ഹിന്ദു റിലീജിയനെ കുറിച്ചും ഒക്കെ പറഞ്ഞു പോയേക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഉപനിഷത്തിലുള്ള ദത്ത, ദയദ്വം, ദമ്യത പോലെയുള്ള സാൻസ്ക്രിറ്റ് വേർഡ്സിനെ കുറിച്ചും ഒക്കെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ പോയത്തിനകത്ത്. അപ്പോൾ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ വേർഡ്സിലാണ് എഴുതുന്നത് കേട്ടോ. പിന്നെ ഇംപേഴ്സണൽ ആയിട്ടുള്ള രീതിയിലും ഇൻ്റലക്ച്വൽ ആയിട്ടും ഡിറ്റാച്ച്ഡ് ആയിട്ടും ഒക്കെയാണ് ഇദ്ദേഹം എഴുതി പോയേക്കുന്നത്. അപ്പോൾ കാഫ്ക എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻ്റ് എന്ന് അദ്ദേഹം ഉൾപ്പെടുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ മോഡേണിസം അല്ലെങ്കിൽ എക്സ്പ്രഷനിസം ആണ്. ഹക്സ്ലിയുടെ എന്ന് വെച്ചാൽ സറ്റയർ, ഡയസ്റ്റോപ്പിയ, ഇതൊക്കെയാണ് വരുന്നത്. ടി.എസ്. ഇലിയറ്റിനെ എന്ന് വെച്ചാൽ മോഡേണിസം, റിലീജിയസ് പോയട്രി. ഓക്കെ.